ഇപ്രാവശ്യത്തെ വിദ്യാർത്ഥികളുടെ ക്രിസ്മസ് അവധി കംപ്ലീറ്റ്ലി കുളമായി. എന്താ സാർ അങ്ങനെ പറയുന്ന അവധിയില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, എലക്ഷൻ എന്നാണ്. യെസ്, 2 ഘട്ടങ്ങളിലായിട്ട് 9-ാം തീയതിയും 11-ാം തീയതിയും 13-ാം തീയതി വോട്ടെണ്ണലുമാണ്. അങ്ങനെ ആയതിനാൽ തന്നെ ക്രിസ്മസ് എക്സാം ആ സമയത്ത് നടക്കില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഡിസംബർ 1-ന് നടക്കോ? ക്രിസ്മസ് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും നേരത്ത് നടക്കാനും സാധ്യതയില്ല. ഇനി പുതിയ സാധ്യതകൾ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് എക്സാം 19-ാം തീയതിക്ക് മുന്നേ, അതായത് 15, 16, 17, 18 ദിവസങ്ങളിൽ 19-ാം തീയതി സെലിബ്രേഷനും പിന്നെ വെക്കേഷനുമായിരിക്കും. പിന്നീട് ആ ഡിസംബർ മാസത്തിൽ തന്നെ 29-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ് തുറക്കുന്നുണ്ടാവുക. 29, 30, 31. അപ്പോൾ കുറച്ച് എക്സാമുകൾ, 4 എക്സാമുകൾ ക്രിസ്മസ് വെക്കേഷന് മുമ്പേയും ബാക്കി എക്സാമുകൾ ക്രിസ്മസ് വെക്കേഷന് ശേഷവും നടത്തും. ഇങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ആകെ ആസ്വദിക്കുന്നത് ഈ ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷനാണ് കുറച്ച് കൂടുതൽ കിട്ടുന്നത്. എവിടെയെങ്കിലൊക്കെ ടൂറ് പോകാൻ വേണ്ടി, ഫാമിലി എവിടെയെങ്കിലൊക്കെ പോയി താമസിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ വീട്ടിലേക്ക് പോകാൻ, അല്ലെങ്കിൽ അച്ഛൻ വീട്ടിലേക്ക് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കുന്ന മാസങ്ങളാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ്ലി കുളമായിരിക്കുകയാണ്. ഞാനൊക്കെ ചെറുതാകുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ വെക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ പൈസയൊക്കെ പിരിവിട്ടിട്ട് നമ്മൾ തന്നെ ടൂർണമെൻറ്റ് വെക്കും, ചെറിയ ചെറിയ ഫുട്ബോൾ ടൂർണമെൻ്റൊക്കെ വെക്കും. അതൊക്കെ കുഞ്ഞു കുട്ടികൾ ആസ്വദിക്കേണ്ട സമയമാണ്. ശരിക്കും നമ്മളിതിൽ ബലിയാടാവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇലക്ഷൻ വേറെ ഏതെങ്കിലും സമയത്ത് വെച്ചാൽ പോരെ? പക്ഷേ ഇലക്ഷൻ അതിൻ്റെ മുറക്ക് തന്നെ നടക്കണം. 5 വർഷത്തിലൊരിക്കൽ വരുന്ന സംഭവങ്ങളല്ലേ, അത് അതിൻ്റെ വഴിക്ക് തന്നെ നടക്കണം. അത് നടന്നേ തീരുള്ളൂ. കാരണം അത് മെയിൻ സംഭവമാണ്. അപ്പോൾ അതിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഗവൺമെൻറ്റിനോട് കുട്ടികളുടെ ഭാഗത്തുനിന്ന് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ ബലിയാടാക്കുന്ന രൂപത്തിൽ ഒരു ദിവസം 2 എക്സാം വെച്ചിട്ടൊന്നും നിങ്ങൾ നടത്തരുത്. അത് കുട്ടികളുടെ ഒരു ശരിക്കും പറഞ്ഞാൽ SSLC +1 +2 സംബന്ധിച്ച് അവരെ നമ്മൾ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് പബ്ലിക് എക്സാം വരാണ്. അതിൻ്റെ ഒരു സെമി ഫൈനലാണ് ഈ ക്രിസ്മസ് എക്സാം. സ്വാഭാവികമായിട്ട് അവരുടെ കോൺഫിഡൻസ് തന്നെ കുറയും. കാരണം 2 എക്സാം വെച്ചിട്ടൊക്കെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള സാധ്യതകൾ കുറയും. പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എവിടെയും എത്താത്ത പോലെ തോന്നും. കാരണം അത്രത്തോളം കണ്ടന്റുകൾ പഠിക്കാനുണ്ട്. ഇനി ഏത് ക്ലാസ്സുകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മെയിൻ എക്സാമിൻ്റെ മുന്നിലുള്ള ഒരു സെമി ഫൈനൽ തന്നെയാണ്, ഒരു പോരാട്ടം തന്നെയാണ് ക്രിസ്മസ് എക്സാം. അതുകൊണ്ട് അവർക്ക് ഒരു ദിവസം വെച്ച് 2 എക്സാം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നാണ് ഗവൺമെൻറ്റിനോട് ഒരു അഭ്യർത്ഥനയാണ്. ഇതൊരിക്കലും എൻ്റെയോ അല്ലെങ്കിൽ എജുപോർട്ടിലെ ടീച്ചേഴ്സിൻ്റെ അഭ്യർത്ഥന മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക കുട്ടികളുടെ ഈ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലും അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു, അവരുടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള രൂപത്തിലാണ് ഇത് ഗവൺമെൻറ്റിനെ അറിയിക്കുന്നത്. നമുക്ക് ഉറപ്പുണ്ട് ഗവൺമെൻറ് അങ്ങനെയുള്ള ഒരു അന്തിമ തീരുമാനമേ എടുക്കുള്ളൂ. ഒരിക്കലും കുട്ടികളെ ബലിയാടാക്കുന്ന രീതിയിൽ നടത്തൂല എന്ന് തന്നെയാണ് വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ ഇന്നൊരു സമിതി കൂടുന്നുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ഗവൺമെൻറ്റിനോട് കൂടി തന്നെയാണ് നമ്മൾ പറയുന്നത്. കുട്ടികളൊക്കെ ഇതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രതിനിധികൾ കാണാനുണ്ടെങ്കിൽ നിങ്ങളിത് മുഖവിലക്കെടുത്തിട്ട് കുട്ടികളെ ചേർത്ത് നിർത്തുന്ന രൂപത്തിൽ, കുട്ടികളുടെ കോൺഫിഡൻസ് ഒരിക്കലും കളയാത്ത വിധം, അവർക്ക് കോൺഫിഡൻസ് ഇങ്ങനെ കൂടി വരാനുള്ള രൂപത്തിലുള്ള ഒരു ടൈം ടേബിൾ തന്നെ നിങ്ങൾ ഇടണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും നമുക്ക് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് അറിയാൻ പറ്റും മക്കളെ. അപ്പം മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കമൻറ്റൊക്കെ ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്